രാധിക, ഞാൻ എത്ര പറഞ്ഞിട്ട് താൻ എന്താ മനസ്സിലാക്കാത്തത്? താൻ എന്തിനാ എന്നിങ്ങനെ പരീക്ഷിക്കുന്നേ? എനിക്ക് കണിമംഗലം വീട്ടിലെ എല്ലാവരോടും ബഹുമാന. വരനോടും ആ ബഹുമാനത്തിൽ കൂടി ഒരു കാര്യമില്ല. മുത്തശ്ശി എന്താ അവിടെ ദൂരെ മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. അല്ല, വരുണ എല്ലാ കാര്യത്തിലും ഉപദേശിക്കുന്ന മുത്തശ്ശിയല്ലേ? ഇപ്പോ വരുണ എന്തോ ഒരു കാര്യത്തിൽ പ്രശ്നമുണ്ട്. അതൊന്ന് ചോദിച്ചറിഞ്ഞ് ഒന്ന് ആശ്വസിപ്പിച്ചൂടെ മുത്തശ്ശിക്ക്? മുത്തശ്ശി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താ അത് വരുൺ തള്ളിക്കളയില്ല. അതെനിക്കുറപ്പാ. പോട്ടെ. നീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാവേ. ശരി ചേച്ചി. ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? വരുണിന്റെ ചോദ്യത്തിന് ചേച്ചി പറഞ്ഞ മറുപടി കേട്ടില്ലേ? ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. അയ്യോ പ്രിയങ്ക, മണ്ടത്തരം പറയാതെ. അവളിപ്പൊ കാണിച്ചതൊരു അഭ്യാസമാ. ഞാനിത് വിശ്വസിക്കില്ല. ചെറിയമ്മേ, ഇങ്ങ് വന്നേ. ഒടുവിൽ ഇവൾക്കതൊക്കെ വിശ്വാസമാകുമ്പോഴേക്കും എല്ലാം ഇവളുടെ കൈ വിട്ടു പോയിട്ടുണ്ടാവും. അപ്പോഴേ ഇവള് പഠിക്കൂ. ചെറിയമ്മ വന്നേ, വാ. വരുണിന്റെ മനസ്സില് ചേച്ചിയോട് എന്തോ താല്പര്യമുണ്ട്. പക്ഷെ ചേച്ചിക്കതില്ല. ഇതിനുള്ള ശിക്ഷ വരുണ് ഞാൻ കൊടുക്കുന്നു. എടാ, പ്രിയങ്കയും കൽപ്പനയും ഉർവശിയും അകത്ത് നിൽക്കുന്നത് അവള് കണ്ടിരുന്നു. അതാ അവള് വളരെ ബുദ്ധിപരമായിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കാതെ സംസാരിച്ച് അകത്തേക്ക് കയറിപ്പോയത്. മുത്തശ്ശിക്ക് ഇതില് ആശ്വാസമാണോ തോന്നിയത്? അല്ലാതെ പിന്നെ. എടാ, പ്രിയങ്കയും കൂട്ടി അവര് രണ്ടുപേരും വന്നിട്ടുണ്ടെങ്കിൽ അതെന്തിനായിരിക്കും? അവൾ അങ്ങനെ ഒരു ബുദ്ധി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു കണിമംഗലത്തിന്റെ ഉത്തരത്തിന് തീ പിടിക്കുന്നത്. കണിമംഗലത്തിന്റെ ഉത്തരത്തിന് തീ പിടിച്ചൊന്നുമില്ല, പക്ഷെ എന്റെ നെഞ്ചിന് തീ പിടിച്ചല്ലോ. തൽക്കാലേ നീ അതങ്ങ് കെടുത്ത്. ഇതെന്താ അവസാനത്തെ അവസരം വല്ലതുമാണ്? ഇനി ശ്രമിക്കാമല്ലോ. അവസാനം ശ്രമിച്ച് ഞാൻ ചാവും. നേരത്തെ രാധിക ചാവുന്ന കാര്യം പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ സ്നേഹത്തില് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ ചാവത്തില്ല. എന്നിട്ട് നീ ഇപ്പൊ എന്നെ പേടിപ്പിക്ക. നിങ്ങൾ ചാവാനുള്ളവരല്ലടാ, എല്ലാവരെയും അസൂയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ളവരാ.